ഹലോ നമസ്കാരം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂക്ക, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, മണികണ്ഠനാചാരി തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ ചിത്രമാണ് ഭ്രമയുഗം. ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലർ ഗംഭീര ട്രെയിലർ എന്ന് തന്നെ പറയാൻ സാധിക്കും. വേറെ ലെവൽ ട്രെയിലർ. മലയാളത്തിൽ ഇതുവരെ വന്നതിനെക്കാട്ടി മികച്ച ഒരു ട്രെയിലർ എന്ന് തന്നെ പറയാം. അതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പോലെയാണ് ഇത് പുറത്തിറങ്ങുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അർജുൻ അശോകന് ഈ ചിത്രത്തിൽ വളരെ പ്രാധാന്യം കൂടുതലുള്ള ഒരു റോളാണ്. കാരണം അമ്മാതിരി അഭിനയം തന്നെയാണ്. അർജുൻ അശോകൻ്റെ ഇന്നേ വരെ കാണാത്ത വേറെ ലെവൽ അഭിനയം തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങളിൽ സിദ്ധാർത്ഥ് ഭരതനും മണികണ്ഠനാചാര്യൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും അർജുൻ അശോകനായിരുന്നു തോന്നുന്നു വലിയ റോൾ ഈ സിനിമയിൽ. എന്നാലും അടിപൊളിയായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അമൽഡ ലിസ് എന്ന് പറഞ്ഞ ഒരു നായികയും കൂടെ ചിത്രത്തിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വലിയ കാസ്റ്റ് റോൾസ് ഒന്നും വന്നിട്ടില്ല. കാരണം ചെറിയ രീതിയിലുള്ള കാസ്റ്റിങ്ങേ ഈ ഒരു ചിത്രത്തിൽ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇനി സിനിമയ്ക്കകത്ത് മറ്റ് കഥാപാത്രങ്ങൾ വേറെ ഉണ്ടോയെന്നും നമുക്കറിയില്ല. എന്തായാലും ഇത്രയും കഥാപാത്രങ്ങൾ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളൂ. ബാക്കി കഥാപാത്രങ്ങളൊന്നും ചിത്രത്തിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ചില രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവുന്ന തരത്തിലുള്ള രംഗങ്ങളൊക്കെ ചിത്രത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മമ്മൂക്കയുടെ ഒരു അടിപൊളിയായിട്ടൊരു കഥാപാത്രവും ചിത്രത്തിൽ കാണാം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ഒരു വേറെ ലെവൽ, ഒരു ഭീകരമായ കഥാപാത്രം കൂടി ഇതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലവും അതുപോലെ ലൊക്കേഷനും ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ക്രിസ്റ്റോ സേവിയറാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയലോഗ്സൊക്കെ ടി.ഡി. രാമകൃഷ്ണനാണ് ചെയ്യുന്നത്. എന്തായാലും ഫെബ്രുവരി 15 തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്ന പടത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണും.